ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് SCERT NCERT പാഠപുസ്തകങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കതിനെ ന്യൂസിലേക്ക് ഇറക്കാം. പരിഷ്കരിച്ച പാഠപുസ്തകം അടുത്ത അധ്യയന വർഷം മുതൽ. നമുക്കറിയാം, ഈ ഒരു അധ്യയന വർഷത്തിൽ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളായിരുന്നു പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത അധ്യയന വർഷം മുതൽ രണ്ടാം ഘട്ടമായിട്ട് 2ാം ക്ലാസ്, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരണം പുരോഗമിക്കുന്നു എന്ന ന്യൂസാണ് വരുന്നത്. അടുത്ത അധ്യയന വർഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നൽകുക. ഇതിനോടൊപ്പം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളുടെ പാഠപുസ്തകങ്ങളും പരിഷ്കരണവും നടക്കുന്നു. നമുക്കറിയാം, ഈ അധ്യയന വർഷത്തിൽ ഒറ്റ ക്ലാസ്സുകളിൽ 1, 3, 5, 7, 9 നടന്നത്. 16 വർഷത്തിന് ശേഷമാണ് സമഗ്രമായ പരിഷ്കരണം നടപ്പായത്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്കുകളോടൊപ്പം തന്നെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളും നമ്മളിനി കവർ ചെയ്ത് പോകേണ്ടതാണ്. ലേറ്റസ്റ്റായിട്ട് വന്ന പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോയിട്ടും ഈ കഴിഞ്ഞ LDC, LGS മെയിൻ എക്സാമുകളിലൊന്നും തന്നെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ASMൻ്റെ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSൻ്റെ ആണെങ്കിലും നമുക്കിനി പുതിയ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ ചോദിക്കില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. പുതിയ ട്രെൻഡ് അനുസരിച്ച് SCERT NCERT ടെസ്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനി പരിഷ്കരിച്ചതുമാകാം, പഴയതുമാകാം. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസം നൽകുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം പരിഷ്കരിച്ചത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരിഷ്കരിച്ചത് പഠിക്കണം, അതിന് മുന്നേലത്തെ വർഷത്തെ സിലബസ് കവർ ചെയ്യണം. ഇത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് നമ്മളെ പോലുള്ള സാധാരണ ഉദ്യോഗാർത്ഥികൾക്കാണ്. അതുകൊണ്ട് റിവൈസ് ചെയ്ത പാഠപുസ്തകങ്ങളുടെ കോപ്പി കൂടി എടുത്തു വെച്ച് ഇനിയുള്ള 10th പ്രിലിമിനറി, ഇനി വരാനിരിക്കുന്ന 10th പ്രിലിമിനറി മെയിൻ എക്സാമുകൾക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. NCERT കൂടി ചേഞ്ച് ആകുമ്പോൾ വളരെ കാര്യക്ഷമമായി തന്നെ നമ്മൾ പാഠപുസ്തകങ്ങൾ കവർ ചെയ്യണം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഉള്ള സിലബസിനോടൊപ്പം ഒരു അഡീഷണൽ ടോപ്പിക്ക് കൂടി വന്നു എന്നാണ് പറയാൻ പറ്റുക. കാരണം പഴയ NCERT എന്ന് പറയുന്നതിനോടൊപ്പം പഴയ SCERT NCERT സിലബസും പരിഷ്കരിച്ച SCERT NCERT സിലബസ് എന്നിങ്ങനെ രണ്ടായിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏത് എക്സാം തൊട്ടാണ് പുതിയ SCERT NCERT എടുക്കുന്നതെന്നും പഴയ SCERT NCERT ഉപേക്ഷിച്ചോ എന്നും നമുക്കിനി ഒരു 3-4-5 എക്സാമുകളുടെ ഒരു വിശകലനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2025 നടക്കുന്ന മെയിൻ എക്സാമുകളിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ പരിഷ്കരിച്ച പുസ്തകങ്ങൾ കൂടി പഠിച്ചു പോകേണ്ടതാണ്. ഇത് 2024 വരെ ചോദിച്ചില്ല എന്ന് കരുതി 25 എക്സാമിന് ചോദിച്ചുകൂടാ എന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സിലബസിൽ പരിഷ്കരിച്ച SCERT NCERT കൂടി ഉൾപ്പെടുത്തി സിലബസ് കുറച്ചുകൂടി വൈഡനാക്കി നല്ല രീതിയിൽ കവർ ചെയ്തു പോവുക. ഏതെങ്കിലും ഒരു NCERT SCERT റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുന്നതിലും നല്ലത് ആ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കവർ ചെയ്ത് പോകുന്ന തന്നെയാണ്. അതിൻ്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കി നമ്മൾ സ്വയം നോട്ട് പ്രിപ്പയർ ചെയ്യുകയോ നമുക്കതുപോലുള്ള വീഡിയോസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പഠിച്ചെടുക്കാൻ നമ്മൾ അതിൽ കൊടുക്കുന്ന എഫോർട്ടിനെ അനുസരിച്ചിരിക്കും നമ്മളത് എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല രീതിയിലുള്ള എഫോർട്ട് അതിനു വേണ്ടി ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പഠിച്ചെടുക്കാനും സാധിക്കും. SCERT NCERT ടോപ്പിക്കുകൾ വളരെ വേഗം കാര്യക്ഷമമായി പഠിച്ചു പൂർത്തിയാക്കുക.